2002 നിന്ന് 2025 എത്തുമ്പോൾ ദൃശ്യപരമായ വികസനം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ പോലെ റോഡുകൾ, ദേശീയപാതകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, മറ്റ് വിമാനത്താവളങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ദേശീയ ശരാശരിക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനം, കേരളം ഉൾപ്പെടെയുള്ള മറ്റ് വികസിത സംസ്ഥാനങ്ങൾക്ക് ഒപ്പമോ നിൽക്കുന്ന തരത്തിലേക്ക് ബീഹാർ എത്താൻ ഇനിയും വർഷങ്ങളെടുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വാശിയേറിയ ഈ തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ബീഹാർ മാറിയോ എന്നതാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അതിദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ബീഹാർ. ബിമാരു സംസ്ഥാനങ്ങളുടെ പട്ടികയിലായിരുന്നു ബീഹാർ. പക്ഷേ ഇപ്പോൾ ഈ ബീഹാറിന് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വാദങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ. ഇതേക്കുറിച്ച് ബീഹാറിന് മുന്നേ ദീർഘകാലം സഞ്ചരിച്ച് ഈ തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മനോജ് മേനോൻ എന്നോടൊപ്പം ചേരുകയാണ്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫാണ് മനോഹരൻ. 2002 ആദ്യമായിട്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വരുന്നത്. മനോഹരൻ, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിൻ്റെ ഈ ബീഹാറിലുണ്ടായ മാറ്റം വിസിബിളാണ്. ബാലു, ഇതിനകത്ത് ഈ ബീഹാറിന്റെ വികസനം വിലയിരുത്തുമ്പോൾ 2 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നമുക്ക് വിസിബിളായ അല്ലെങ്കിൽ ഭൗതികമായ വികസനം, റോഡ്, പാലങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ, വിമാനത്താവളങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വികസനം. അത് 2002 വരുന്നതിൽ ഞാൻ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റോഡുകളും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ്. ബാലു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിമാരു സംസ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് അതിപിന്നോക്കാവസ്ഥ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വിലയിരുത്താവുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് ബീഹാർ കടന്നു വന്നിരിക്കുന്നത് 20 വർഷം കൊണ്ട്. പക്ഷെ അപ്പോഴും ദേശീയ ശരാശരിക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ പുരോഗതിക്കും ഒപ്പം നിൽക്കുന്നില്ല ബീഹാർ എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ഘടകം തന്നെയാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് പിന്നിൽ തന്നെയാണ് ബീഹാർ ഇപ്പോഴും. പക്ഷേ ബീഹാറിനെ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ 2002 നിന്ന് 2025 എത്തുമ്പോൾ ദൃശ്യപരമായ വികസനം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ പോലെ റോഡുകൾ, ദേശീയപാതകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, മറ്റ് വിമാനത്താവളങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇത്തരം ഭൗതിക പുരോഗതി പ്രത്യേകിച്ച് നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരം ഭൗതിക പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും മോനോട്ടോ, കാരണം ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2010 നിയമസഭാ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാനാണ്. പിന്നീട് ഏറ്റവും അവസാനം വരുന്നത് 2012 CPIയുടെ ഈ പാർട്ടി കോൺഗ്രസ് കവർ ചെയ്യാനാണ്. ആ സമയത്ത് ഈ പട്നയിലായിരുന്നു. പട്ന ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പട്ന എന്ന് പറഞ്ഞാൽ ഗാന്ധി മൈതാനിന് ചുറ്റും മാത്രമായിരുന്നു പട്ന. പക്ഷേ ഇന്നിപ്പം പട്ന അങ്ങനെയൊന്നുമല്ല. പട്നയിൽ നമുക്ക് കാണാം മെട്രോ വരെ എത്തിയ ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. ഈ നഗരങ്ങൾക്ക് അപ്പുറത്തേക്ക് ബീഹാർ ഇപ്പോഴും, കാരണം മനോഹരൻ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ളതാണ്. ഗ്രാമങ്ങളിൽ എന്താണ് നമുക്ക് കാണാൻ വേണ്ടി? ബാലു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷമായിട്ട് ഞാൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. വ്യക്തിപരമായ താല്പര്യവും അതുപോലെ തന്നെ പ്രൊഫഷണൽ വിഷയങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെ ബീഹാർ ഞാൻ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇക്കുറി ഞാൻ ഈ പറഞ്ഞ പോലെ വടക്കൻ ബീഹാറിലൂടെ ഞാൻ നിരന്തരം യാത്ര ചെയ്തു. 10 ദിവസത്തോളം ഞാൻ യാത്ര ചെയ്തിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ 2002 കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഉപനഗരങ്ങൾ, പ്രധാനപ്പെട്ട പട്ന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ഉപനഗരങ്ങളിലും ഒരു മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയ ശരാശരിക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനം, കേരളം ഉൾപ്പെടെയുള്ള മറ്റ് വികസിത സംസ്ഥാനങ്ങൾക്ക് ഒപ്പമോ നിൽക്കുന്ന തരത്തിലേക്ക് ബീഹാർ എത്താൻ ഇനിയും വർഷങ്ങളെടുക്കും. പക്ഷേ അതിൻ്റെ എല്ലാ പ്രവണതകളും നമുക്ക് ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നഗരങ്ങളിലോ ഉപനഗരങ്ങളിലോ ദൃശ്യമാണ്. ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പിന്നോക്കാവസ്ഥ പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വികസനത്തിന് അനുസരിച്ച് മാത്രമേ ബീഹാറിൻ്റെ ഉൾഗ്രാമങ്ങൾക്ക് വികസിച്ച് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അവരുടെ വിളകൾക്ക് കൃത്യമായിട്ടുള്ള താങ്ങുവില ഉറപ്പാക്കുകയും മഖാന പോലുള്ള കൃഷി നടക്കുന്ന മേഖലകളാണ് ദർഭംഗ, പൂർണിയ തുടങ്ങിയിട്ടുള്ള മേഖലകൾ. അവിടെ അതിനനുസരിച്ചുള്ള ആഗോള മാർക്കറ്റിൽ, ആഗോള കമ്പോളത്തിൽ വലിയ പ്രിയപ്പെട്ട ഒരു ഉൽപ്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ കൃഷി ചെയ്യുന്ന കർഷകന് അതിൻ്റെ വിലയുടെ ശരിയായിട്ടുള്ള പ്രാതിനിധ്യം, പങ്കാളിത്തം, പങ്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കത്തിലൂടെ മാത്രമേ ഉൾഗ്രാമങ്ങൾക്ക് വികസിക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 2002 ബീഹാർ അല്ല 2025 ബീഹാർ, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലോ അല്ലേ? ക്രമസമാധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത്തരം സാമൂഹ്യ പുരോഗതിയും ബീഹാറിൽ ഒരളവ് വരെ ദൃശ്യമാണ്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മുൻകൂർ ജാമ്യം പോലെ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസനവുമായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ബീഹാറിൻ്റെ സ്വന്തം വികസനമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദൃശ്യപരമായിട്ടുള്ള വികസനം നമുക്ക് കാണാൻ കഴിയും. അതിന് ഉള്ളൊരു
അഭിവാഞ്ച അല്ലെങ്കിൽ ഒരു താല്പര്യം ഈ പറഞ്ഞ പോലെ യുവജനങ്ങൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ അവരുടെ ആസ്പിറേഷൻസ് അവരുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു എന്നുള്ളതും വലിയൊരു പോസിറ്റീവായിട്ട് ഘടകമായിട്ട് കാണാൻ കഴിയും. ഈ 2010 ഞാനിവിടെ വരുമ്പോഴത്തേക്കും അന്ന് ഗ്രാമങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ റോഡൊക്കെ വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ ഹാജിപ്പൂരൊക്കെ പോയപ്പോഴത്തേക്കും നല്ല നല്ല ഹൈവേകളാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ സീമാഞ്ചൽ മേഖലയിലൊക്കെ എങ്ങനെയാണ് ഈ റോഡൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് ഈ ബീഹാറിലുള്ളത്? ബാലു, ഈ സീമാഞ്ചലാണ് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പിന്നോക്ക നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്ന്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കിഷൻഗഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നഗരങ്ങളിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വികസനത്തിൻ്റെ ഒരു ട്രെൻഡ് നഗരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നഗരങ്ങളിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു അഭിവാഞ്ച, അതുപോലെ ജനങ്ങളുടെ പ്രതീക്ഷ ഈ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരവരുടെ ജീവിത നിലവാരത്തിൻ്റെ വിഷയം, ഇത്തരം വിഷയങ്ങൾ പുതിയ തലമുറ കാര്യമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം നഗരപ്രദേശങ്ങളിൽ കാണാനുണ്ട്. ഇപ്പോൾ അത് സീമാഞ്ചൽ മേഖലയിലും ദൃശ്യമാണ്. പക്ഷേ ഉൾപ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉൾഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരം പരിമിതികൾ, ഈ പറഞ്ഞ പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതികൾ ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ബീഹാർ ഒരു വലിയ സംസ്ഥാനമാണ്. മനോട്ട് ഈ പോയപ്പോഴത്തേക്കും ഈ ഇന്റർനെറ്റ് സൗകര്യം, അതുപോലെ തന്നെ ഈ കാരണം ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം ഈ കണക്ടിവിറ്റിയാണ്. ആ കണക്ടിവിറ്റിയൊക്കെ ഉണ്ടോ ഈ വാർത്തയൊക്കെ അയക്കുന്നതിന് ബുദ്ധിമുട്ട്? ബീഹാറിൽ ഞാൻ പണ്ട് ആദ്യകാലത്ത് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പ്രൊഫഷണലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ഇത്തരം വിഷയങ്ങളിലായിരുന്നു. കാരണം വൈദ്യുതി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ താമസ സൗകര്യങ്ങൾക്ക് പ്രയാസമുണ്ട്. അന്ന് ഫാക്സ് സംവിധാനമാണ്, വാർത്ത അയക്കാൻ ഫാക്സ് സംവിധാനം. അത് ഫാക്സ് സംവിധാനത്തിന് വേണ്ടി നമ്മൾ വലിയ നഗരങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ താമസിക്കാനായിട്ട് ഉപനഗരങ്ങളിലേക്ക് കടക്കുമ്പോഴും ഇത്തരം ഒരു തടസ്സം നമ്മൾ ഇത്തവണ നേരിട്ടിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ 20 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചില മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലേക്ക് തീരെ ഉൾപ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കിനകത്ത് ഉണ്ടാകുന്ന തകരാറുകളും പ്രശ്നങ്ങളും സ്വാഭാവികമായ നിലയിലൂടെയുണ്ട്. എങ്കിലും ഉപനഗരങ്ങളിലും നഗരങ്ങളിലും ഏറെക്കുറെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് ബീഹാർ കടന്നിട്ടുണ്ട്. തീർച്ചയായും മനോജ് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെയും ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറയേണ്ടത്. കാരണം 2012 ഞാൻ ഏറ്റവും അവസാനം വരുമ്പോൾ കണ്ട ബീഹാറും പട്നയൊന്നും അല്ല ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഗ്രാമപ്രദേശങ്ങൾ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതിദാരിദ്ര്യവും അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉള്ള പിന്നാക്കാവസ്ഥയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, 2002-ലും 2010-ലുമുള്ള ബീഹാർ അല്ല 2025 എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.